ഇത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന പ്രദേശത്തുള്ള പെറ്റ്സ മാതാവിൻ്റെ അത്ഭുതങ്ങൾ നടക്കുന്ന കൃപാസനം ധ്യാന കേന്ദ്രം. അനേകായിരം ഭക്തജനങ്ങൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങുവാനും ഉടമ്പടി നേർച്ചയെടുക്കുവാനും ഇവിടെ എത്തുന്നു. കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും അനേകം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടേക്ക് ഓടിയണയുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ ഇരു കൈകളും നീട്ടി നിൽക്കുന്ന തിരുസ്വരൂപത്തിന് മുമ്പിൽ ദൈവജനങ്ങൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എല്ലാ ആശ്രയവും അറ്റ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാനായിട്ട് അണയുന്ന ഓരോ ദൈവമക്കളും ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഓടിയെത്തുന്നു. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഈ ദേവാലയത്തിൻ്റെ ഡയറക്ടറായ ഫാദർ VP ജോസഫ് അച്ഛനെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടതു മുതൽ നാളിന്നേ വരെ ഈ ദേവാലയത്തിലേക്ക് അണമുറിയാതെ ഒഴുകുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ പ്രത്യേകത, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവ ഭക്തജനങ്ങൾക്ക് സൗഖ്യങ്ങളും ആഗ്രഹപൂർത്തീകരണം നടക്കുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങളാണ് ഇവിടുത്തെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കുക. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഓഡിറ്റോറിയം എന്ന ഹാളിൽ വലത്ത് ഭാഗത്ത് കാണുന്ന കൗണ്ടറുകളാണ്. ഇവിടെ നിന്നാണ് കൃപാസനം നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ രൂപം, കാശുരൂപം, ഫോട്ടോ, തേൻ മുതലായ നേർച്ച വസ്തുക്കൾ ലഭിക്കുന്നത്. ഈ കാണുന്നതാണ് കൃപാസനം ഓഡിറ്റോറിയം. ഇതിനെ കൗണ്ടർ നമ്പർ 13 എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. ഈ സ്റ്റേജിൽ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുത്തവർ ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം ആരംഭിക്കുന്നത് ഇവിടെയാണ്. കൃപാസനം ഉടമ്പടി എടുക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ഹാളിലേക്ക് വരുന്നത്. ഇവിടെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പാട്ടുകൾ പാടി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് മുത്തുകുട, വിളക്ക്, ധൂപക്കുറ്റി, മണി എന്നിവയുടെ സഹായത്തോടെ കൃപാസനം മെയിൻ ഹാളിലേക്ക് പ്രദർശനമായി പോകുന്നു. നാമിപ്പോൾ മെയിൻ ഹാളിലേക്ക് പോകുന്ന ചെറിയ ഇടനാഴിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടനാഴി ചെന്ന് ചേരുന്നത് മെയിൻ ഹാളിലേക്കാണ്. അവിടെയാണ് കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ തിരുസ്വരൂപം ഉള്ളതും ഉടമ്പടി പേടകം കാണാം. ദിവസം എത്രമാത്രം ഭക്തജനങ്ങളാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ എത്തുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നത് എല്ലാ ദിവസവുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനാൽ ഏത് ദിവസം നിങ്ങൾക്ക് സൗകര്യമാകുന്നുവോ ആ ദിവസം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുവാൻ സാധിക്കും. ഇത് മെയിൻ ഹാളിൻ്റെ മുന്നിലുള്ള മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ്. ഇവിടെ നിന്നും ഇപ്പോൾ മാതാവിൻ്റെ പ്രദർശനം ഉടമ്പടി പേടകത്തിലേക്ക് പോകുന്നതായിട്ട് ഈ അടുത്ത കാലം മുതൽ ഇവിടെ നിന്നും ഉടമ്പടി പേടകത്തിനടുത്തേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനം പോകുന്നുണ്ട്. അതിന് കാരണം ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഉടമ്പടി പ്രദർശനം നടത്തുന്നത്. മുൻപ് അങ്ങനെയായിരുന്നില്ല. മുൻപ് 30-40 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നെങ്കിൽ ഇപ്പോൾ 5 പേരായി
നിജപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്നും അതുപോലെ തന്നെ കൃപാസനം ഓഡിറ്റോറിയത്തിൻ്റെ മുൻപിൽ നിന്നും പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് അടുത്ത് തന്നെയായിട്ടാണ് മെയിൻ ഹോളായിട്ടുള്ള കൃപാസനം സാക്ഷ്യങ്ങൾ പറയുന്ന ഹോളുള്ളത്. അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ ധ്യാന പ്രസംഗം നടത്തുന്നതും ഇവിടെ തന്നെയാണ്. സാക്ഷ്യങ്ങൾ പറയുന്നതും ഇവിടെ തന്നെയാണ്. ഇവിടെ നമുക്ക് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം കാണാൻ കഴിയും. അതിന് വലത്ത് ഭാഗത്തായിട്ട് മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. അവിടെയാണ് ഉടമ്പടി പേടകമുള്ളത്. ഇന്ന് ഇപ്പോൾ കൃപാസനം ഉടമ്പടി നടപടികൾ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ തിരക്ക് അനുഭവപ്പെടാത്തത്. ഉടമ്പടിക്ക് മുൻപായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഈ ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഉടമ്പടി എടുക്കുവാനുള്ള കൗണ്ടറുകൾ കാണാൻ സാധിക്കും. അതിന് മുകളിൽ രണ്ടാമത്തെ നിലയിലാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ്. ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് അതിന് താഴെ ഒന്നാം നിലയിലാണ്. ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുക കൗണ്ടർ നമ്പർ 3 നിന്നാണ്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക കൗണ്ടർ നമ്പർ 2 നിന്നാണ്. 4-ാം നമ്പർ കൗണ്ടറിൽ നിന്നും കൃപാസനം പത്രം ലഭിക്കും. 5-6 കൗണ്ടറുകൾ കൃപാസനം ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് വരുന്നവർ ഉടമ്പടി നേർച്ചത്തിരികൾ ലഭിക്കുന്ന കൗണ്ടറുകളാണ്. 7-ഉം 8-ഉം ഉടമ്പടി പുതുക്കാൻ വരുന്നവർക്കുള്ള ഉടമ്പടി നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കാൻ സാധിക്കുന്നതിനാൽ ധാരാളം ആളുകൾക്ക് വളരെ സമയം നഷ്ടപ്പെടാതെ തന്നെ ഉടമ്പടി എടുത്ത് പോകുവാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. ഡിസംബർ 7-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ മാതാവിൻ്റെ പ്രത്യക്ഷം ഇവിടെ ദർശിക്കാൻ കഴിഞ്ഞത്. അന്നു മുതൽ ഇന്നോളം എല്ലാ ദിവസവും ഇവിടെ ഭക്തജനങ്ങൾ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാം. നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷമുണ്ടായ സ്ഥലത്തുള്ള അത്ഭുത കിണറിന് മുമ്പിലാണ്. അവിടെ ഒരു കൽഭരണിയുടെ രൂപത്തിൽ ഒരു സ്തൂപം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് നേർച്ച ജലം കുടിക്കുവാനും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 2004 ഡിസംബർ 7-ാം തീയതി കണ്ട അതേ രൂപത്തിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടെ കാണുന്നത്. സിൽവർ ഗ്രേ കളറിൽ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപമാണ് നാം ഇവിടെ കാണുക. ഇവിടെയാണ് അച്ഛനെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അതിനാലാണ് മാതാവിൻ്റെ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മാതാവിൻ്റെ മുൻപിലായിട്ട് താഴെ കൃപാസനം വെഞ്ചരിച്ച മണ്ണ് ശേഖരിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വെഞ്ചരിച്ച മണ്ണ് ഭക്തജനങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീടുകളുടെ വിൽപ്പന, സ്ഥല കച്ചവടം എന്നിവ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൃപാസനം നേർച്ച മണ്ണ് കൊണ്ടുപോകുന്നത്. അത് ഭവനങ്ങളിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം വിൽപ്പന എത്രയും എളുപ്പത്തിൽ നടക്കുന്നതായിട്ട് അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നതിനുള്ള 2-ാം നമ്പർ കൗണ്ടർ. അവിടെ നിന്നാണ് ടോക്കൺ ലഭിക്കുക. ആ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 3 തവണയായിട്ടാണ് കൃപാസനം ഉടമ്പടി ക്ലാസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. അതാത് സമയങ്ങളിൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത്
വരുമ്പോഴാണ് ഉടമ്പടി എടുത്ത് പോകുവാനുള്ള പ്രദർശനം സംബന്ധിക്കുവാൻ കഴിയുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വളണ്ടിയേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. അവർ നിങ്ങളുടെ സംശയങ്ങൾ നിവർത്തിച്ചു തരുന്നതാണ്. വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് കൃപാസനം ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം പച്ചപ്പ് നിറഞ്ഞ ചെടികളാൽ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ തിരുസ്വരൂപത്തെ വണങ്ങുന്നതിനും ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ നേടിയെടുക്കുന്നതിനും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. ഇത് ദിവ്യാരാധന ചാപ്പലാണ്. കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ഈ ചെറിയ ചാപ്പലിനുള്ളിലാണ്. ഇവിടെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രതിജ്ഞ ചൊല്ലിയതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക ഉടമ്പടി പാഠത്തിൽ നിക്ഷേപിച്ചു പോകുന്നു. അതിനു മുൻപായിട്ട് ഈ ചാപ്പലിന് മുമ്പിലുള്ള നിലവിളിക്കൽ നമുക്ക് ലഭിക്കുന്ന കൃപാസനം ഉടമ്പടി തൈലം അല്പം ഒഴിച്ച് നിലവിളിക്കൽ തിരി തെളിയിച്ച് അതിന് ശേഷമാണ് ഉടമ്പടി പ്രതിജ്ഞ ചെല്ലുന്നത്. ഹാളിൽ ഇപ്പോൾ തിരക്ക് അല്പാൽപ്പം വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. ഉടമ്പടികൾ എടുക്കുന്ന പ്രദർശനം ആരംഭിച്ചിട്ടില്ല. നമുക്കൊരു നിമിഷം കൃപാസന മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മേ, ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും അമ്മേ നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ആകുലതകളിൽ അമ്മേ നീ ആശ്വാസമായിരുന്നമ്മേ. അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും അമ്മയുടെ കൈകൾ അനുഗ്രഹത്താൽ വർഷിക്കണമേ. കൃപാസനം ദേവാലയത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് കൈവയ്പ് ശുശ്രൂഷ ലഭിക്കും. അതിന് പ്രത്യേക കാര്യകാരണ സഹിതം നമ്മൾ ഓഡിറ്റോറിയത്തിന് മുൻപിലുള്ള കൗണ്ടറിൽ ചെന്ന് വേണ്ടപ്പെട്ട രേഖകൾ, ആവശ്യങ്ങൾ ഉണർത്തിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ടോക്കൺ ലഭിക്കും. ആ ടോക്കൺ പ്രകാരം നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ഈ ആൾത്താരയിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ദിവ്യാരാധന ചാപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള വരിയാണ് കണ്ടത്. അനേകം ഭക്തജനങ്ങൾ ഹാളിൽ പ്രാർത്ഥന നിരതമായി ഇരിക്കുന്നു. ജാതി മതഭേദമന്യേ ഏതൊരു വ്യക്തികൾക്കും കടന്നു വരാവുന്ന കൃപാസനം ദേവാലയത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയുള്ള തിരുസ്വരൂപം കണ്ടു വണങ്ങുന്നതിനായിട്ട് ഇവിടേക്ക് കടന്നു വരാം. നിങ്ങളുടെ നിയോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവ നിവർത്തിച്ചു തരുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയുള്ള പ്രത്യക്ഷീകരണ സ്ഥലമാണ് ഈ കൃപാസനം ദേവാലയം. ഓരോ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്ന അനേകം സാക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ അത് നമുക്ക് വ്യക്തമാവും. കൃപാസനം അമ്മ ഈ കാലഘട്ടത്തിൻ്റെ അമ്മയാണ്. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എഴുതി
പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അവ വാങ്ങി കൊണ്ടുപോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ദൈവിക ചൈതന്യം നിറഞ്ഞ പുസ്തകങ്ങളാണ് ഇവ ഓരോന്നും തന്നെ. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ഇപ്പോഴും ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആകുലതകൾ, ആവലാതികൾ, സങ്കടങ്ങൾ, ദുഃഖദുരിതങ്ങൾ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോകുവാൻ അവർ ഈ മാതാവിൻ്റെ മുന്നിലേക്ക് അണയുന്ന കാഴ്ച. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ദേവാലയത്തിനെ പുറത്തേക്ക് കടക്കുകയാണ്.